ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളുണ്ട്. ഇവയെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. അതിൽ മനുഷ്യഗണവും അസുരഗണവും ഇതിനോടകം ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവഗണത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദേവഗണത്തെ കുറിച്ചാണ്. അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നിങ്ങനെ 9 നക്ഷത്രത്തിൽ ജനിച്ചവരെയാണ് നമ്മൾ ദേവഗണ നക്ഷത്രത്തിൽ ജനിച്ചവരെന്ന് പറയുന്നത്. ഇവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ചില പൊതുവായ ഗുണങ്ങളുണ്ട്. സഹാനുഭൂതിയും ദയയും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതലാണ്. ഇവരുടെ ആശയവിനിമയം അല്ലെങ്കിൽ ഇവരുടെ സംഭാഷണത്തിന് പ്രത്യേക ഒരു മാധുര്യവും വാത്സല്യവും സ്നേഹഭാവവും സൗമ്യതയും ഉണ്ടായിരിക്കും. കലാപരമായ കഴിവുകളിൽ ഇവർ നന്നായി ശോഭിക്കും. ആത്മീയ വിഷയങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. തികഞ്ഞ ഈശ്വരഭക്തരായിരിക്കും. നീതിയുടെ ശബ്ദമായി മാറുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. തെറ്റായ ഒരു കാര്യവും ഇവർ ഒരിക്കലും ചെയ്യുകയില്ല. എപ്പോഴും ചിരിക്കുകയും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ദേവഗണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ. എന്നാൽ ഇവർക്ക് ചില ദോഷങ്ങളുമുണ്ട്. പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ആളുകളായിരിക്കും. ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണു നിറയുന്ന ആളുകളായിരിക്കും. സ്നേഹിച്ചാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അവരൊന്ന് പിണങ്ങിയാൽ അങ്ങേയറ്റം മനസ്സിനെ വിഷമിപ്പിക്കുന്നവരുമായിരിക്കും. നിങ്ങളുടെ ആ പോരായ്മകളൊന്ന് തിരുത്തുന്നത് നന്നായിരിക്കും. ദേവഗണ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിത്വങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയയിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണുക.